ഞാൻ ഉപയോഗിക്കുന്ന ബാഗിനെ പറ്റി ഒരു വീഡിയോ ഇടാനായിട്ട് പെഡോഗ് സ്റ്റാൻഡ് ഇത് കുറച്ച് ജിമ്മിൻ്റെ ഐറ്റങ്ങളൊക്കെ ചേട്ടാർജി ശംഭു ഗിഫ്റ്റ് ചെയ്യുന്ന ഷൂ ആണ് കേട്ടോ. ഗ്ലൗസ് എന്ന് പറയുമ്പോൾ ഒരു 18 ഗ്ലൗസ് ആണ് കേട്ടോ. ഷീൽഡ് ഒരു യൂസും ഇല്ല കേട്ടോ, ഒരു യൂസും ഇല്ല ചുമ്മാ. ഹലോ ഗൈസ്, പുതിയൊരു ഡെലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറച്ചാൾ മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മുടെ ബൈക്കിൻ്റെ എഞ്ചിൻ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കട്ടിലിൻ്റെ അടിയിലോട്ട് കയറ്റുന്നൊരു വീഡിയോ. ആ ഒരു വീഡിയോ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിലുള്ള കാഴ്ചകളൊക്കെ പറ്റി വെച്ചാൽ റൂമിലുള്ള സാധനങ്ങൾ ഇരിക്കുന്ന എന്തൊക്കെയാണെന്നൊക്കെ പറ്റി ഒരു ചെറിയൊരു വീഡിയോ ഇടാനായിട്ട് അത് വേണമെങ്കിൽ ഇന്ന് കമൻറ്റ് ഇടാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വീഡിയോ ഇടാനായിട്ട് പിന്നെ സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ ഇന്ന് ഞായറാഴ്ച ലോക്ക്ഡൗൺ ആണ്, വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോഴാണ് ഈ ഒരു വീഡിയോ കാര്യം ഞാൻ ആലോചിച്ചാൽ. അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് വേറൊരു പ്രധാനം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്ന ബാഗിനെ പറ്റി ഒരു വീഡിയോ ഇടാനായിട്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഒരു നോർമൽ ബാഗല്ല, ഒരു ബാക്ക് പാക്ക് എന്ന് പറയുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നടുവിനും പ്രൊട്ടക്ഷനാണ്, അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങൾ ഒരുപാട് കൊള്ളുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇത് ഒന്ന് ഓപ്പണായി കാണിച്ചു തരാം. സിബൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഉൾവശം. എൻ്റെ ഒരു പേജ് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഉൾവശം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അത് കണ്ട പേന വയ്ക്കാനുള്ള ഓറ, ഇവിടെ വേറെ ഓറ, സിബുള്ള ഓറ, പിന്നെ ഇവിടെ ലാപ്ടോപ്പ് വയ്ക്കാനുള്ള ഓറ, പിന്നെ ഏറ്റവും ബാക്കിൽ നമ്മൾ ഹൈഡ്രജൻ ബാഗ് വയ്ക്കാനുള്ള ഒരു ഓറ, അത് കടത്തി വിടാനുള്ള ഒരു ഹോള് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒരു മെഷ് ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ വിയർപ്പും കാര്യങ്ങളൊക്കെ മുഖത്ത് ഒരുപാട് ആവാൻ നേരത്ത് ഇതങ്ങ് വലിച്ചെടുത്തോളും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അത് ടോപ്പിലൊരു സിബുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്താണ് ഗോപ്രയുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ബാഗ് വാങ്ങിച്ചിട്ട് ഇപ്പം കുറേ നാളായത്, എത്ര നാളായെന്ന് എനിക്കറിയാൻ വേട്ടാ. ഇതിൻ്റെതായ ഇവിടേക്ക് പിന്നെ പോയായിരുന്നു എന്താ, ഇവിടെയൊക്കെ ഫുള്ള് പോയി. പിന്നെ ഇങ്ങ് അറ്റത്തും പോയായിരുന്നു. അറ്റത്ത് പോയപ്പോൾ ഞാൻ പിന്നെ അത് ഇത് സെപ്പറേറ്റ് തുണിയാണ് കേട്ടോ. തയ്യക്കടയിൽ പോയി ഇത് സെപ്പറേറ്റ് തുണി വെച്ച് അടിച്ചെടുത്തതാണ്. എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് വിട്ട് പോയതുകൊണ്ടേ ഇവിടെ അടിച്ചെടുത്ത് ഇപ്പുറത്തും അടിച്ചെടുത്ത കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടിക്കുട്ടിയാണ് ഉപയോഗിച്ച് നടക്കുന്ന. കറക്റ്റ് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇടാൻ നല്ല സുഖം. മാത്രമല്ല പ്രധാനമായിട്ട് ഇഷ്ടമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൈഡ്രജൻ ബാഗിന് വേണ്ടി വേറെ സെപ്പറേറ്റ് ബാഗ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ബാഗ് ഇടാൻ പറ്റും. ഹൈഡ്രജൻ ബാഗ് വെച്ച് കാണിച്ചിരാമേ. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ബാഗ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് ഈ ഹോൾ വഴി നമുക്ക് ഇതിൻ്റെ ഈ ഓസ് കടത്തിയിടാൻ കേട്ടോ. ഇതിൻ്റെ റൈഡിന് പോകുന്ന സമയത്തേക്കാൻ പറ്റും. ഇതിന് വെള്ളം കുടിക്കാൻ പറ്റും. 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള ഒരു ഹൈഡ്രജൻ ബാഗാണ് കേട്ടോ. അത് സംഭവം കൊള്ളാൻ നൈസാണ്. എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണം കേട്ടോ. എനിക്ക് ചെറിയൊരു അസുഖമുണ്ട്, വെള്ളം കുടിക്കാത്തതിൻ്റെ ചെറിയ അസുഖമുണ്ട്. അതൊക്കെ നിങ്ങൾ ഊഹിച്ചു കൊടുത്തു. വെള്ളം കുടിക്കാതിരുന്ന എന്തിനാണ് അസുഖമായി തീരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും ഈ ബാഗ് കൊണ്ട് നടക്കുന്നത്. അല്ലാതെ പട്ടിഷോയൊന്നും അല്ല കേട്ടോ. വെള്ളം കുടിച്ചില്ലെങ്കിൽ സീനാണ്. മാത്രമല്ല നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പ്രധാനമായിട്ട് വെള്ളം കുടിക്കാനാണ് എല്ലാവരും വിട്ടുപോകുന്നൊരു കേസ്. ബൈക്കിൻ്റെ റൈഡിലും അതിൻ്റെ സ്ഥലങ്ങളൊക്കെ കാണുന്നതിൻ്റെ ത്രില്ലിലും നമ്മൾ ഈ ഒരു കാര്യം മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സൈഡ് എഫക്റ്റും ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അത്യാവശ്യം റൈഡൊക്കെ പോകുമ്പോൾ, അത്യാവശ്യമല്ല ചിലപ്പോൾ കൊല്ലത്തൊക്കെ പോയാലും ഞാൻ ഈ ഒരു വെള്ളം കൊണ്ട് പോകും. വെള്ളം കുടിച്ചില്ലെങ്കിൽ ചെറിയ പണി കിട്ടും കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മളെ നട്ടലിന് ഒരു പ്രൂഫാണ്. നമുക്കൊരു കല്ലിൻ്റെ മണ്ടലൊക്കെ വന്ന് വീണാലും ആ കല്ല് ഇതിൻ്റെ അകത്ത് ഇടിക്കത്തേ ഉള്ളൂ, നമ്മളെ നടുവിന് ക്ഷതമേക്കത്തില്ല കേട്ടോ. അപ്പം 220 ഉള്ള സമയത്ത് എടുത്ത് വെച്ച സാധനങ്ങളാണ് കേട്ടോ ഇത് മൊത്തം. ഇതൊന്നും ഡ്യൂക്ക് എടുത്തതിന് ശേഷം എടുത്തതല്ല. പക്ഷെ കാണാൻ എല്ലാം ഓറഞ്ച് ഭയമുണ്ട്. ജാക്കറ്റ് ഓറഞ്ച്, ഹെൽമെറ്റ് ഓറഞ്ച്, ഗ്ലൗസ് ഓറഞ്ച്, അടുത്ത വേറെ ഗ്ലൗസ് ഓറഞ്ച്, എല്ലാം ഓറഞ്ച് മയമാണ്. എന്നുവെച്ചാൽ പണ്ട് തൊട്ടുള്ള ഒരു ഓറഞ്ചിൻ്റെ ക്രൈസ്, ഡ്യൂക്കിൻ്റെ ഒരു ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അടുത്തതെന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റാണ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ജാക്കറ്റ് എന്ന് വെച്ചാൽ മോട്ടോടോർക്കിൻ്റെ ഒരു ജാക്കറ്റാണ് ഇത്. എന്താ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചാനൽ 20K സബ്ബൊക്കെ ആയപ്പം എനിക്ക് NN മോട്ടോർസ്പാർക്കിൽ തന്ന ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഈ ജാക്കറ്റ്. അപ്പം പൊളിയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നരച്ചും കുറച്ചൊക്കെ പോയതാണ്. എങ്കിലും ഇപ്പോഴും ഇതിനെ യൂസ് ചെയ്യുന്നത്. ഇപ്പം കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഏതാണെന്ന് പൊട്ടിപ്പോയി കേട്ടോ. പക്ഷേ ഒരു കുഴപ്പമില്ല. ഇപ്പോഴും പാഡിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു സുഖമുണ്ട്. ഭയങ്കര കംഫർട്ടാണ് ഈ ജാക്കറ്റ്. ഇതിനകത്ത് തന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് റൈഡിങ് ബാൻഡ് എടുത്തില്ല. അപ്പോൾ റൈഡിങ് ബാൻഡുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു സിബ്ബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് റെയിൻ തെർമൽ, ഹീറ്റിംഗ് തെർമൽ വരുന്നുണ്ട് കേട്ടോ. അതിനുള്ള സിബ്ബാണ് ദാണ്ട് ഇത് 2 ഇതാ കിടക്കുന്ന റെയിൻ തെർമൽ, ഇതാ കിടക്കുന്ന ഹീറ്റിംഗ് തെർമൽ. അങ്ങനെ അത് 2 ഉണ്ട്. അതൊന്നും അങ്ങനെ യൂസ് ചെയ്യത്തില്ല. പിന്നെ മൊബൈൽ വയ്ക്കാനുള്ള ഹോളുണ്ട്. അകത്ത് വേറെ അത്യാവശ്യം പേഴ്സും കാര്യങ്ങളൊക്കെ വയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ട് ഭാഗത്ത് മെഷാണ് വരുന്നത്, ഈ സൈഡിൽ മെഷാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ചൂട് സമയത്തൊക്കെ കിട്ടുന്നുണ്ടാവും കേട്ടോ. വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല കാറ്റൊക്കെ അതിൻ്റെ അകത്തോട്ട് കയറിക്കോളും. അതുകൊണ്ട് നല്ല രസമാണ്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അടുത്തൊന്നും വരുന്നത് ഞാൻ എൻ്റെ NSKയുടെ ഹെൽമെറ്റ് കാണിച്ചു തരാം കേട്ടോ. ഹെൽമെറ്റ് ഇതാണ് ഹെൽമെറ്റ്. NSK എനിക്ക് ഹെൽമെറ്റ് ഞാൻ ഇഷ്ടത്തോടെ എടുത്തതല്ല കേട്ടോ. എനിക്ക് കൊച്ചിയിലൊരു ഷോപ്പിൽ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് തന്നൊരു ഗിഫ്റ്റാണ്. ഒരു ലോക്ക് പൊട്ടിപ്പോയി. ഓക്കെ, അവിടെ തന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അതാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പ് ഇരുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത് നമുക്ക് SMKയുടെ ഹെൽമെറ്റാണ് കേട്ടോ. SMK ട്വിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബോംബ് അടിച്ച ഹെൽമെറ്റാണ്. അത് അത്യാവശ്യം യൂസ് ചെയ്ത് അതിൻ്റെ 12 ഇറങ്ങിയപ്പോഴാണ് പുതിയ ഹെൽമെറ്റ് ഇല്ലാതായിപ്പോയത്. അങ്ങനെ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്ന് ഹെൽമെറ്റ് വെച്ച് അങ്ങനെ അവർ തന്ന ഹെൽമെറ്റാണ് താണ്ട് ഇത് കേട്ടോ.
അപ്പം ഹെൽമെറ്റ് ഓറഞ്ച് ചോക്കിങ് എടുത്ത്, പക്ഷേ ലുക്കും ഒക്കെ ആണെങ്കിൽ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു സ്പോയിലറും കാര്യങ്ങളും വരുന്നില്ല, അതിൻ്റെയൊക്കെ ഒരു പോരായ്മ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അത് ഡബിൾ വൈസർ വരുന്നില്ല, ആൻറ്റി ഫോഗ് വരുന്നില്ല. ആൻറ്റി ഫോഗ് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ അത്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മൈക്ക് വെച്ചിരിക്കുന്ന മൈക്ക് ഇതാ കാത്തിരിപ്പുണ്ട്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന മൈക്കാണ് കേട്ടോ. അകത്ത് മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള വേറെ മൈക്കിൻ്റെ കണക്ടറാണ് ഇതാ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതെപ്പോഴും ഹെൽമെറ്റ് ഇങ്ങനെ കാണും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വാങ്ങിച്ച സമയത്ത് 500 ആയിരുന്നു തോന്നണം കേട്ടോ, പക്ഷേ ഫ്രീ ആയിരുന്നു എനിക്ക്. ഓക്കെ, അടുത്ത എൻ്റെ ഗ്ലൗസ് കാണിച്ചു തരാം. ഇതായിരിക്കുന്ന ഷീൽഡിൻ്റെ ഗ്ലൗസ് എന്ന് പറയുമ്പോൾ ഒരു അട്ടാറ് ഗ്ലൗസാണ് കേട്ടോ. ഷീൽഡിൻ്റെ ഗ്ലൗസാണ്, സംഭവം നൈസാണ്. ഞാൻ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. എന്നുവെച്ചാൽ ചില നമ്മളെ വേറെ കമ്പനീൻ്റെ ഒക്കെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. എന്നുവെച്ചാൽ സ്ഥിരമായിട്ടല്ല, ജസ്റ്റൊക്കെ ഉപയോഗിച്ചായിരുന്നു. പക്ഷേ അതിലൊക്കെ ഉപയോഗിക്കാൻ നേരത്ത് എനിക്ക് ക്ലച്ചൊക്കെ പിടിക്കാനും ബ്രേക്ക് പിടിക്കാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലൗസ് ഇട്ടുന്നൊരു ഫീൽ മാത്രമേ ഉള്ളൂ. പക്ഷേ റൈഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പക്ഷേ അങ്ങനെയൊന്നുമില്ല, നമുക്ക് റൈഡൊക്കെ ചെയ്യാൻ ഭയങ്കര കംഫർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താണ്, നല്ല ലുക്കാണ്. ഓറഞ്ച് കളറൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്ലൗസ്. ഇട്ടുകൊണ്ട് പോകാനും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒരു ഓഫ് റോഡൊക്കെ വരാൻ നേരത്ത് ഇങ്ങനത്തെ ഗ്ലൗസ് ഒന്നും ആരും നോക്കല്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസ് എടുത്തിട്ടേക്കുന്നത്. അതിലോട്ടൊക്കെ ഞാൻ പിന്നെ വരാം. ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ ഇത് ഗ്ലൗസ് ആരും നോക്കില്ലല്ലോ. എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ക്ലച്ച് റിലീസ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇടത്തൊക്കെ ഗ്ലൗസിൻ്റെ തള്ളലുണ്ട് അവിടെ ഒരു ചെറിയൊരു വൈപ്പറാണ് ഇത് സംഭവം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽമെറ്റിൽ മഴവെള്ളം വീഴാൻ നേരത്ത് ഇത് വെച്ച് വൈപ്പ് ചെയ്യുന്ന സംഭവമാണ് കൊടുത്തേക്കുന്നത്. ഇത് വെച്ച് വൈപ്പ് ചെയ്യാനാണ് അവർ ഇത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഒരു യൂസും ഇല്ല കേട്ടോ, ഒരു യൂസും ഇല്ല. ചുമ്മാ ഒരു പേരിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു യൂസും ഇല്ല. ഞാൻ കുറേ അടിച്ച് നോക്കി, പക്ഷേ പോകുന്നില്ല. അല്ലാതെ ഞാൻ ഇതിട്ടൊക്കെ തുടച്ച് നോക്കിയപ്പോൾ എല്ലാം വെള്ളം പോകുന്നുണ്ട്. ഇതിട്ട് വൈപ്പ് ചെയ്തപ്പോൾ ഒന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. ഇത് കൈയൊക്കെ ഇടാൻ നേരത്ത് നല്ല സുഖം കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തൊക്കെ നല്ല സോഫ്റ്റ് സ്പോഞ്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രസമാണ്. പിന്നെ ഇതിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല പൊളിയാണ് കേട്ടോ. ഇട്ടുകൊണ്ട് പോകുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്കും പിന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സൂപ്പർ ഗ്ലൗ ആണ്. പ്രൂഫും കാര്യങ്ങളൊന്നുമല്ല. മഴ പെയ്യുമ്പോൾ അകത്ത് നല്ലോണം വെള്ളം കയറും. അതിനൊക്കെ ഇവിടെ ഹോളൊക്കെ ഇട്ടേക്കണം. പക്ഷേ നമുക്ക് ചൂട് സമയത്ത് ഇട്ടുകൊണ്ട് പോയാലും വലിയതായിട്ട് ചൂടെടുക്കത്തില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് എയർവെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രസമാണ്. ഓക്കെ, അത് മാറ്റി വയ്ക്കാം. അടുത്ത നമ്മളെ മെയിൻ ഗ്ലൗസിലോട്ട് വരാം. ഇതെന്ന് വെച്ചാൽ ഒരു പൊളി ഗ്ലൗസാണ്. ഞാൻ ഈ ഗ്ലൗസ് ഉപയോഗിക്കുന്ന മുമ്പ് ഉപയോഗിച്ച ഗ്ലൗസാണ് കേട്ടോ. ഇതിപ്പം റൈഡിങ്ങിനും ഓക്കെയാണ്, നമുക്ക് ഓഫ് റോഡ് ചെയ്യാനും ഓക്കെ ഉണ്ട്. മെയിനായിട്ട് ഓഫ് റോഡ് ചെയ്യാനുള്ള പൊളി ഗ്ലൗസാണ് നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലൗസാണ് ഇത്. ഓക്കെ, അടുത്തത് ഞാൻ ഉപയോഗിക്കുന്ന റൈഡിങ് ബൂട്ടും പിന്നെ അല്ലാതെ ഉപയോഗിക്കുന്ന ഷൂവും കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ എന്തിനാണ് കാണിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമേ എനിക്കറിയാമേ അല്ലേ. ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന ഷൂ. ഇതൊക്കെ മിക്ക റൈഡിലും ഞാൻ ഈ ഒരു ഷൂ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ലോങ് റൈഡൊക്കെ പോകുന്ന നേരത്ത് ഈ ഒരു ഷൂ ആണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു കാലിൻ്റെ എൽബോയും കഴിഞ്ഞ് കവറായി കിടക്കുന്ന ഒരു ബൂട്ടാണ് ഈ ഷൂ. എനിക്ക് നമ്മുടെ RJ ശംഭു ഗിഫ്റ്റ് ചെയ്യുന്ന ഷൂ ആണ് കേട്ടോ. റെഡ് ടാപ്പറിൻ്റെ ഷൂ ആണ്. പ്രൈസ് വരുന്നത് 1800 സംതിങ് വരും കേട്ടോ. ആ ഒരു കിടിലൻ ഷൂ ആണ് കേട്ടോ. അപ്പോൾ നൈസാണ്. നമ്മൾ ഈ റൈഡിന് പോകുമ്പോൾ മാത്രമല്ല അല്ലാതെ ഇട്ടുകൊണ്ട് പോകാൻ ഒരു റെട്രോ ലുക്ക് നൽകുന്ന ഒരു ഷൂ ആണ് കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന ഇട്ട ഷൂ ആണ്. ഇതൊക്കെ ഞാൻ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന ഷൂ ആണ്. പിന്നെ അത് റണ്ണിങ് ഷൂ ആണ് കേട്ടോ. അതൊക്കെ ചുമ്മാ വെച്ചിരിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഇപ്പോൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാത്തപ്പോൾ ഇങ്ങനെയൊന്നുമില്ല, അവിടെ എവിടെയായിട്ട് കിടക്കും. ഇത് നമ്മുടെ ചുമ്മാ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഷൂ. ഇത് നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഷൂ. പിന്നെ ഇത് ഉള്ളാൻ്റെ ഷൂ. ഇത് എൻ്റെ കൂട്ടുകാരൻ 2 ദിവസമായിട്ട് വന്നിട്ട് ഇതിട്ടുള്ള ഷൂ ഒക്കെ ഇതൊക്കെ ആയിരിക്കും ഇട്ടിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഷൂവിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ റൈഡിങ് ഗിയേഴ്സ്. ഇനിയിപ്പോൾ കുറച്ച് എനിക്ക് ഈ നീറ്റ് പാഡും കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റായിട്ട് പയ്യെ അതുകൊണ്ട് വാങ്ങാം. അപ്പോൾ അതുകൊണ്ട് ആയല്ല ഓക്കെ ആയിട്ടാ. ഇനിയിപ്പോൾ എൻ്റെ ക്യാമറ അക്സസറീസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. വീഡിയോ എടുക്കാനായിട്ട് മിക്ക വീഡിയോയിലും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴൊക്കെ ഒരുപാട് സഹായിക്കുന്ന സംഭവമാണ് ഇതാണ് ഈ ഒരു ട്രൈപോഡ് കേട്ടോ. ഇത് പൊട്ടിപ്പോയതാണ്. ഞാൻ പിന്നെ അത് ശരിയാക്കി എടുത്തത് കേട്ടോ. ക്യാമറ മൗണ്ടൊക്കെ വെച്ച് ശരിയാക്കി എടുത്തതാണ്. അങ്ങനെ ഒരു വലിയൊരു ട്രൈപോഡ് ഉണ്ട് ഇവിടെ. പിന്നെ അതാ ഒരു ബോയയുടെ ഒരു മൈക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത് മൊബൈൽ ഇട്ട് വർക്കാവും, ക്യാമറ കണക്റ്റ് ആവത്തില്ല കേട്ടോ. ലോങ് വെച്ചാൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മൈക്ക് വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഇതൊക്കെ പോയി, ബാറ്ററിയൊക്കെ പോയി കേട്ടോ. പിന്നെ ഉള്ളത് ഇതൊക്കെ മെമ്മറി കാർഡാണ് കേട്ടോ. മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 32 ഉണ്ട്, ഒരു 128 ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കേട്ടാന്ന് എപ്പോഴും പറയും. കഴിഞ്ഞ കുറച്ച് വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചായിരുന്നു എൻ്റെ കേട്ടാ വിളിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന്. പക്ഷേ എനിക്കത് പറ്റത്തില്ല കേട്ടോ. ഇപ്പോഴും കേട്ടാന്ന് അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ നോക്കുകയും ചെയ്തു ഈ കേട്ടാ വിളി ഒഴിവാക്കാനായിട്ട്. എന്നിട്ടും അത് പറ്റുന്നില്ല, അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വന്നു പോകും കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയിലോട്ട് വരാം. ഇത് ഒരു വാച്ചാണ്, ഒരു ആൻഡ്രോയിഡ് വാച്ചാണ്. ആൻഡ്രോയിഡ് അല്ല, സോറി, ഒരു ടച്ച് വാച്ചാണ്. അത് നമ്മൾ ഈ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറ്റിയ വീട്ടിൽ വാച്ചാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ആണെങ്കിൽ വേറെ ചെയ്യാം.
പിന്നെ ഇതാണ് എൻ്റെ വ്ളോഗിങ് കേസ് എന്ന് പറയുന്നത്. ഈ ഒരു മൈക്ക് അഡാപ്റ്റർ ഉണ്ടാകും. ഇപ്പോൾ ഇതിൻ്റെ വില തന്നെ 4300. ഇതാണ് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു പോകുന്നത് കാര്യങ്ങളൊക്കെ. പിന്നെ കേസ് എന്ന് പറയുന്നത് 1400 അത്രയാവും. കേസ് മൊത്തം പൊട്ടിപ്പോയായിരുന്നു. മൈക്കിൻ്റെ ബോക്സാണ് ഇതാണ്ട് ഇരിക്കുന്നത്. പിന്നെ ബാറ്ററിയുടെ ബോക്സാണ് ഇതായിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളെ എൻ്റെ സാരികളാണ് കേട്ടോ ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പം താഴോട്ട് എൻ്റെ ചെറിയൊരു മേശയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കണ്ടിട്ട് ബീഡോയിലുണ്ട്. ഇത് എനിക്ക് മൂസ്റ്റാക്കാർ റിവ്യൂവിനായിട്ട് അയച്ചുന്ന സാധനമാണ്. ഇതിൻ്റെ ഫേസ് വാഷും ഉണ്ട്. ഇതെന്നാണ് നമ്മുടെ 4 മല ഓഫ് റോഡ് പോയില്ലേ, ആ 4 മല ഓഫ് റോഡിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് കല്ലെടുത്തത് ഏറ്റവും ടോപ്പിൽ നിന്ന്. അപ്പോൾ ആ ഒരു കല്ലാണ് കേട്ടോ. മറ്റേ ഉർവശിയൊക്കെ ബ്രഷും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ഞാനൊരു കല്ലെടുത്ത് വെച്ചതാണ്. അതൊരു രസം, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ അതുള്ള കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൻ്റെ അകത്താണ് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതായിരിക്കുന്ന സ്റ്റിക്കറൊക്കെ. ഓക്കെ, പിന്നെ പറയാനുള്ള നമ്മളെ ചെറുക്കൻ ചോദിച്ചിട്ടുണ്ട് പുതിയതായിട്ട് വന്നിട്ട് ഇവിടെ റൂമിൻ്റെ അകത്ത്. ഇപ്പം രാവിലെ കണി കാണുന്നത് ചെറുക്കനെ കണ്ടിട്ടാണ് കേട്ടോ. ചെറുക്കനെ ഇറക്കും, പേവറാക്കി ഇറക്കണ്ടേ നമുക്ക് സെറ്റാക്കാൻ കേട്ടോ. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ 250യുടെ ഡിസ്ക്കാണ് കേട്ടോ. 250യുടെ ഡിസ്ക്കും 250യുടെ അലോയിയാണ് ഇവിടെ കാണുന്നത്. ഇതെന്ന് വെച്ചാൽ ഞാൻ 220 കയറ്റാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഒരു അലോയും ഡിസ്ക്കും. 220യിൽ USD 4K കയറ്റിയിട്ട് അതിനകത്ത് കയറ്റാനൊക്കെ വന്ന് നിന്നതാണ്. പക്ഷേ USDക്ക് നല്ല റേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൻ്റെ അതിങ്ങ് വിട്ട്. പിന്നെ ഇങ്ങനെ എടുത്ത് തൂക്കിങ് വെച്ചേട്ടാ. പിന്നെ വേണ്ട വേറൊരു സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഒരു പടം വരച്ചാണ് കേട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബർ കൊണ്ടുവന്നതാണ്, പടം വരച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ അതിങ്ങനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നല്ല റേറ്റ്. അത് കാരണം ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഇവിടെ ഒട്ടിച്ചും വെച്ചേട്ടാ. സുന്ദരം നിൽക്കുന്നുണ്ട പോളി. മേശയുടെ മണ്ടിൽ പിന്നെയും വരാം. ഇവിടെ നമുക്ക് TRMൻ്റെ ചെയിൻ ക്ലീനർ, ചെയിൻ റസ്റ്റ് റിലീസാണ്. തുരുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വയ്ക്കുന്ന ഒരു സ്പ്രേ ആട്ടോ. ഇതുവരെയും പൊട്ടിച്ചില്ല. പിന്നെ ചെയിൻ ലൂബും ചെയിൻ ക്ലീനറും ഉണ്ട്, അതൊക്കെ വെളിയിരിക്കുന്നു. അതുകൊണ്ട് കാണിച്ചു തരാം. പിന്നെ താഴോട്ട് പോകാൻ നേരത്ത് ഇവിടെ ഒരു ഹാൻഡ് ഗാർഡും മറ്റേ 390യുടെ മിററും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇളക്കി വെച്ചത് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ HGയുടെ ഒരു ഫോഗ്ലൈറ്റ് നമ്മൾ 220ൽ മുമ്പ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. ആ ഫോഗ്ലൈറ്റാണ് ഇത് കേട്ടോ. അത് അടിച്ചു പോയായിരുന്നു. പിന്നെ അത് തിരിച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഫിറ്റ് ചെയ്തില്ല. 390 സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. നല്ല ഒറ്റവും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് പിന്നെ സെറ്റ് ചെയ്തില്ല. ഈ മടച്ചിറക്കാൻ പവറാക്കി ഇറങ്ങാത്ത അതിൻ്റെ തന്നെ സെറ്റ് ചെയ്യാം. പിന്നെ ഒരു നീ പാഡ് ഇത് എൻ്റെ അല്ല, എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഞാൻ ഒരു ദിവസം അവിടെ മുബാർക്കിൻ്റെ കൂടെ മറ്റില്ല MITയിൽ പോയില്ലായിരുന്നു. അപ്പോൾ അന്നത്തേക്കും എടുത്തോണ്ടതാ തിരിച്ച് അവന് കൊടുക്കണം. ഓക്കെ, പിന്നെ ഈ കട്ടിലിൻ്റെ അടിയിലായിട്ട് നമ്മുടെ 220യുടെ ക്രാങ്ക് മറ്റു കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ക്രാങ്ക്, മോട്ടർ, സിലിണ്ടർ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കുറച്ച് സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ഇതിൽ സാധനങ്ങളൊക്കെ പോയി ഇവിടുന്ന്. പിന്നെ ഒരു വീഡിയോയിൽ ഈ ഷോക്ക് ജസ്റ്റ് കാണിച്ചാൽ അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു ഇതെനിക്ക് വേണമെങ്കിൽ തരുമോന്ന്. വേണമെങ്കിൽ എടുത്തിട്ടോ, വർക്കാവത്തില്ല. മറ്റേ ഗുതുപ്പാണ് ഇത് കിടന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ട്. കുറേ സാധനങ്ങൾ കൊണ്ടിട്ട് അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം ഗൈസ് റൂമിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വെളിയിലോട്ട് പോയി ബൈക്ക് ഇരിക്കുന്നത്, പിന്നെ ബൈക്കിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ കേട്ടോ. അതൊക്കെ ജസ്റ്റ് കാണിച്ചു തരാമേ. അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി ഇരിക്കുന്ന ഷെഡ് കേട്ടോ. ബൈക്ക് കാറെടുപ്പുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മളെ വണ്ടി വെച്ചിരിക്കുന്നത്. ഈ ഒരു കയറ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളെ ധനുഷ്കോടിയിൽ നിന്ന് 400 കിലോമീറ്റർ കെട്ടി വലിച്ചുകൊണ്ട് വന്ന കയറാണ് കേട്ടോ. അതിപ്പോഴും ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ ഇവിടെയാണ് നമ്മളെ വണ്ടിയുടെ ബോഡി തുണി കേട്ടോ. ഇത് ബോഡിയിൽ മാത്രം ഉപയോഗിക്കുന്ന തുണിയാണ്. സ്ക്രാച്ചൊന്നും വീഴാതിരിക്കാനുള്ള ഒരു തുണിയാണിത്. പിന്നെ ഇവിടെ അല്ലാത്ത അടിഭാഗത്ത് അലോയും ചെയിനൊക്കെ കഴിവുള്ള തുണിയാണ്. അങ്ങനെ തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുക്കെ നോമ്പ് കാണിച്ചു തരാം. ഇതായിരിക്കുന്ന നമ്മുടെ ഡ്രാക്ക കുഞ്ഞ് മൊത്തം ചെളിയും കാര്യങ്ങളായേട്ടാ. പിന്നെ അതാ ഇവിടെ നമ്മുടെ ടൂൾസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ടൂൾസും കാര്യങ്ങളൊക്കെ കുറച്ച് മിസ്സിങ് ആണ്. കഴിഞ്ഞൊരു വീഡിയോ ഇട്ടായിരുന്നു, ഷൂട്ട് ചെയ്തായിരുന്നു. പക്ഷേ അത് വീഡിയോ വലിയ രസമൊന്നുമില്ല കേട്ടോ. 220യുടെ കിറ്റൊക്കെ ഇളകുന്ന വീഡിയോ കേട്ടോ. കൂട്ടുകാർ ശരത്തിൻ്റെ വീഡിയോ വലിയ രസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇടേണ്ടതെന്ന് വിചാരിച്ചു. കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. അതിൻ്റെ അകത്തൊന്നും കണ്ടൻറ്റായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാ പേഡോക്ക് സ്റ്റാൻഡ്. ഇത് നമുക്ക് മോട്ടോർ പ്ലാന്റിൽ നിന്ന് തന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതെങ്ങനെ വാങ്ങണം പറഞ്ഞ് നിൽക്കിയത്. അപ്പോഴാണ് അവിടെ നിന്ന് എനിക്ക് തന്ന പേഡോക്ക് സ്റ്റാൻഡ്. നൈസ് സാധനമാണ്, പൊളിയാണ്. ഇവിടെ കുറച്ച് ജിമ്മിൻ്റെ ഐറ്റങ്ങളൊക്കെ ചേട്ടൻ വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഉപയോഗമൊന്നുമില്ല കേട്ടോ. ജിമ്മറ്റില്ല, പ്ലാസ്റ്റിക്കിലുള്ള ജിമ്മുണ്ടല്ലോ, ആ ഒരു സംഭവമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നമ്മളെ ബൈക്കിൻ്റെ മുകളിലായിട്ട് ചെറിയ സ്ലാബ് ഉണ്ട്. അവിടെ നമ്മുടെ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ, യൂണിക്കോണിൻ്റെ ഹാൻഡിൽ, NSൻ്റെ ബേക്ക് ഹഗ്ഗർ, ഡ്യൂക്കിൻ്റെ ടാങ്കിൻ്റെ കവറ്, ടാങ്കിൻ്റെ അങ്ങോട്ട് ചാരിയിട്ടിരിക്കുകയാണ്. പിന്നെ 220യുടെ ബേക്ക് മൾഗാട്, പിന്നെ ചെറിയ ടെന്നിലെ പെയിൻറ്റ്, അതൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പിന്നെ ബാഗിൽ കാണുന്നത് അമ്മയൊക്കെ വളർത്തിട്ടിരുന്ന ചെടിയാണ് കേട്ടോ. കണ്ട ഫുള്ള് ചെടിയാണ്. ഇത് മൊത്തം അമ്മയ്ക്കുള്ള സമ്പാദ്യമാണ്. അവിടെയൊക്കെ ചെറിയ രീതിയിൽ ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ എൻ്റെ അവിടെ കുറച്ച് മുഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചിട്ടില്ല. ഇത്രയൊക്കെ തന്നെ മതിയല്ലേ, ഇതൊക്കെ തന്നെ ഓവറായെന്ന് തോന്നുന്നു, അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകില്ല. പിന്നെ എൻ്റെ ഡോറിൽ തന്നെ ജിഗ് സെൻറ്റർ വലിയ ലോഗോ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു. അപ്പം മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടട്ടാന്ന് നിങ്ങൾ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞ് ഓക്കെ ബ്രോ വീഡിയോ അവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയത്. മാത്രമല്ല ഇന്നിവിടെ കട്ട പോസ്റ്റ് ആയിരുന്നു കേട്ടോ, ഞായറാഴ്ച ലോക്ക്ഡൗണിലൊക്കെ എവിടെ പോകാൻ പറ്റാത്തതൊക്കെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വേറെ വലിയ കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ലടാ, കണ്ടൻറ്റ് ഇവിടുത്തെ ഇറങ്ങിയാലേ അല്ലെങ്കിലും കണ്ടൻറ്റൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള തിങ്കളാഴ്ച മാത്രമേ നാളെ മാത്രമേ ഇനി ഇറങ്ങാൻ പറ്റുള്ളൂ. മറ്റന്നാൾ തൊട്ട് ഇനി ലോക്ക്ഡൗൺ ആണ് കേട്ടോ, അതുകൊണ്ടൊക്കെ തന്നെ എന്താവോ ഇല്ലെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകത്തില്ല. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.